ഹലോ എവറി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോൺസ് ബിരിയാണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു പ്രോൺസ് ബിരിയാണി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ബിക്കോസ് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പ്രോൺസ് ആണെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ചോറ് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചധികം ഡിഷസ് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരും. സോ ഇതാവുമ്പോൾ ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ളതും അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ഞാൻ ഫിഷ് എടുത്തു, അതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ കുറച്ച് കൊച്ചുള്ളി, ജസ്റ്റ് ചുമന്നുള്ളി, അതുപോലെ തന്നെ സവാള, അതുപോലെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. നല്ല രീതിയിൽ അതൊന്ന് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആൻഡ് അതിനകത്തോട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. മസാലാസൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ലൈക്ക് ഇപ്പം എരിവ് എത്ര വേണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്യാത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നന്നായിട്ട് സോട്ട് ചെയ്യുക. അതുപോലെ അതിനകത്തോട്ട് ഫിഷ് ഇട്ടിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇതിൽക്കൂടെ ഗ്രേവി പോലെ വേണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളമോ തേങ്ങാപ്പാലോ ഒക്കെ ഒഴിച്ചിട്ട് സോട്ട് ചെയ്യാം. ഇത് പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ എനിക്ക് ഈ 3 പരീക്ഷിച്ചതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. കാര്യം ഓരോ ഫിഷിൻ്റെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ബിരിയാണി ടേസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ടാവുക. ആൻഡ് എല്ലാവർക്കും ഫിഷ് ബിരിയാണി ഇഷ്ടമാവണം എന്നില്ല, ബട്ട് ദിസ് ഈസ് ഗുഡ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ചോറ് സെപ്പറേറ്റ് ആയിട്ട് കൈമ റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ടിട്ട് സോട്ട് ചെയ്ത് ദമ്മിട്ട് എടുക്കുകയാണ് കേട്ടോ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് സോ ഡെലീഷ്യസ് ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.